വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിലും PM ശ്രീ നടപ്പാക്കുന്നതിൽ മുൻ തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ തലയൂരുകയാണെന്ന സൂചന നൽകി മുഖ്യമന്ത്രി VD സതീശൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനം UDFന് വിട്ടാണ് VD സതീശൻ തലയൂരിയത്. PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്നൊരിടത്തും പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. സഭാ നടപടികൾക്കിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പലവട്ടം സഭയിൽ നേർക്കുനേർ കൊമ്പുകോർത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ നയം വ്യക്തമാക്കിക്കൊണ്ടാണ് ഭരണപക്ഷത്തെ നേരിട്ടത്. RSS അജണ്ടയ്ക്ക് മുന്നിൽ നിർലജ്ജം കീഴടങ്ങുകയാണ് UDF സർക്കാരെന്നും പിണറായി വിജയൻ ആരോപിച്ചു. സ്വന്തം മുന്നണിയിൽ നിന്നും സാമൂഹിക സംഘടനകളിൽ നിന്നും കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണോ VD സതീശന്റെ പിന്മാറ്റം? കാണാമാദീസ. വിവാദങ്ങളും പാർട്ടിക്കകത്ത് നിന്നടക്കമുള്ള സമ്മർദ്ദങ്ങളും ശക്തമായതോടെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച ബജറ്റ് തീരുമാനം മുഖ്യമന്ത്രി VD സതീശൻ മയപ്പെടുത്തിയത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകുമെന്ന സൂചനയും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നൽകി. നികുതി കുറച്ച് മദ്യം വിൽക്കേണ്ട എന്ന് UDF തീരുമാനിച്ചാൽ വിൽക്കില്ലെന്നും UDF അനുവദിച്ചാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ നികുതി നടപ്പാക്കുമെന്നും VD സതീശൻ പറഞ്ഞു. PM ശ്രീ നടപ്പിലാക്കുമെന്ന് നേരത്തെ പറഞ്ഞ വാദത്തിൽ നിന്ന് VD സതീശൻ പിൻവലിയുകയും ചെയ്തു. RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തിയത് LDF സർക്കാരാണെന്നും VD സതീശൻ വിമർശിച്ചു. SSK ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മറുപടി നൽകി. ലജ്ജാകരമായ കീഴടങ്ങലാണ് PM ശ്രീയിൽ UDF സർക്കാർ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഇന്ന് രാവിലെ PM ശ്രീ പദ്ധതിയിലെ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയും സഭയെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. RDX റാം ന്യൂസ് മലയാളം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം UDFൽ ചർച്ച ചെയ്യുമെന്നും സഖ്യകക്ഷികളുമായി സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ബക്കാഡി കമ്പനിക്കായി വിദേശ മദ്യ നയത്തിൽ തിരുത്തൽ വരുത്തിയത് LDF സർക്കാരാണെന്നും VD സതീശൻ ആരോപിച്ചു. ഞങ്ങള് മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും. UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ് ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തിയത് LDF സർക്കാരാണ്. മരവിപ്പിക്കാൻ വേണ്ടിയാണോ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും VD സതീശൻ പരിഹസിച്ചു. PM ശ്രീയിൽ വല്ലാത്തൊരു ഒത്തുകളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേ എന്നും എന്താ ഇപ്പോൾ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും പിണറായി വിജയൻ ചോദിച്ചു. RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെച്ചു നിങ്ങളെന്ന്. സാർ, RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വച്ച വിളക്ക് കൊളുത്തിയ സർക്കാരാണ് നിങ്ങൾ. അത് കൊളുത്തിയതാണ്. നിങ്ങൾ ഒപ്പുവെച്ചു. അതെന്തിനാ? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചത്? ഓർമ്മയില്ലേ? അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കി കളിയെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? PM ശ്രീ RSSന്റെ പെറ്റ് പ്രോജക്റ്റ് ആണെന്നും മുസ്ലിം ലീഗ് മന്ത്രി അതിന് ഗ്രീൻ സിഗ്നൽ നൽകുകയാണെന്നും P പ്രസാദ് MLA ആരോപിച്ചു. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് അതിനകത്തേക്ക് RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഗ്രീൻ സിഗ്നൽ? വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ മുഖ്യമന്ത്രിയോട് അതൃപ്തി അറിയിച്ചിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു പറഞ്ഞു. കേരളത്തിൽ ഏത് മദ്യം വിൽക്കണമെങ്കിലും അനുമതി നൽകേണ്ടത് എക്സൈസ് വകുപ്പാണെന്നും M ലിജു വ്യക്തമാക്കി.
അതായത് കേരളത്തിൽ ഏത് മദ്യം വിൽക്കണമെങ്കിലും അനുമതി നൽകേണ്ടത്, പെർമിറ്റ് നൽകേണ്ടത് എക്സൈസ് വകുപ്പാണ്, കമ്മീഷണറാണ്. അപ്പോൾ അത്തരമൊരു പെർമിറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും എക്സൈസിന് മുമ്പിലില്ല. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് ഇന്ന് വ്യക്തമാക്കി, മദ്യനയം വന്നതിന് ശേഷം മാത്രമേ ഇത്തരം ഒരു കാര്യത്തിന് പ്രസക്തി ഉള്ളൂ എന്ന കാര്യം. ഇതിപ്പോൾ സനീഷ്, എന്തായാലും മദ്യനയം വന്നതിന് ശേഷമേ ഇതിലൊക്കെ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകൂ എന്നിപ്പോൾ പറയുന്നുണ്ട്. ചിലപ്പോൾ അതിനൊക്കെ തിരുത്തൽ വരുത്തിയേക്കാം. പ്രധാനമായും മദ്യനയം, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, മദ്യനയം, PM ശ്രീ, അതുപോലെ തന്നെ ഈ ധാതുഖനനം, ഈ വിഷയങ്ങളിലെല്ലാം PD സതീശൻ ഇന്ന് സഭയിൽ മറുപടി നൽകിയിട്ടുണ്ട്. എന്താ സനീഷ് തോന്നുന്നത്? തൃപ്തികരമാണോ ഈ മറുപടി? അല്ല, ഇതിനകത്ത് തൃപ്തികരമാണോ എന്നതിലേക്ക് വിശദമായിട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ്, ഞാൻ എന്നും പറയുന്ന പോലെ വളരെ മനോഹരമായിട്ടും അതിസമർത്ഥമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞു, ഹർഷ, നമ്മൾ ഈ ചർച്ച മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട ചർച്ച വല്ലാതെ മുറുകുകയാണ്. പക്ഷേ ഇതുവരെ സംസാരിക്കാത്ത ഒരാൾ VD സതീശൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം നാളെ സംസാരിക്കുമ്പോൾ അതിസമർത്ഥമായിട്ടും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ പറ്റാത്ത വിധവും പഴുതടച്ച് മറുപടി നൽകും, നല്ല ഗംഭീരമായിട്ട് മറുപടി നൽകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ നിയമസഭയിലാണ് അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടിരുന്ന് കാണുമ്പോൾ ഭയങ്കരമായ കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ള ഒരു ഗംഭീര മുഖ്യമന്ത്രിയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത വിധം പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അവസാന ഭാഗത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടുവരുന്ന ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി ഗംഭീരമായിട്ട് വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത് ഇന്നിപ്പോൾ നിയമസഭയിൽ നടന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിലെ ഈ വർത്തമാനങ്ങൾ മുഴുവൻ കേട്ട സ്ഥിതിക്ക് PM ശ്രീ ആണെങ്കിലും മദ്യത്തിൻ്റെ നികുതിയാണെങ്കിലും ഈ രണ്ട് വിഷയങ്ങളെടുത്താലും എനിക്ക് തോന്നിയൊരു കാര്യം, ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, ഈ സർക്കാരിൻ്റേതിനേക്കാൾ, ഈ സർക്കാർ വന്നിട്ട് ഇത്ര ദിവസമേ ഉള്ളൂ, കഴിഞ്ഞ സർക്കാരിൻ്റെ നിലപാട് അതിഗാംഭീര്യമുള്ളതായിരുന്നു എന്ന ഒരു, കഴിഞ്ഞ സർക്കാരിന് അനുകൂലവും അവരെ അനുമോദിക്കാവുന്നതുമായിട്ടുള്ള ഒരു നിലപാടാണ് എനിക്ക് ആകപ്പാടെ ഇത് തിരിഞ്ഞു കിട്ടിയത്. അതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കാം. ഇന്നത്തെ സഭാ ചർച്ചകൾ മുഴുവൻ കണ്ടപ്പോൾ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ ഈ രണ്ട് വിഷയത്തിലെടുത്ത നിലപാട് വളരെ ഗാംഭീര്യമാർന്നതായിരുന്നു എന്ന് തോന്നാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം വന്നത് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഭാഗത്ത് നിന്നാണ്. എന്താണ് അതിലെ കാര്യം എന്ന് വെച്ചാൽ, PM ശ്രീയിൽ ഈ പറയുന്നത് പോലെ നമുക്കറിയാം അവരൊരു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. അതിനെതിരായിട്ട് വിമർശനം അവരുടെ ഭാഗത്തു നിന്ന് തന്നെയും വന്നു, CPIയുടെ ഭാഗത്ത് വന്നു, പിന്നെ പൊതുസമൂഹത്തിൻ്റെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ്, കോൺഗ്രസ് തൊട്ട് ജമാഅത്തെ ഇസ്ലാമി വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, സാധാരണക്കാരായ ഒരുപാട് ആളുകൾ, സമൂഹത്തിലാകെ തന്നെയും PM ശ്രീ ഒപ്പിടുന്നത് വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ് എന്ന നിലപാടിലേക്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരത് റദ്ദാക്കി, ക്യാൻസൽ ചെയ്തു, മരവിപ്പിച്ചു. ഏത് വാക്കുകളിൽ പറഞ്ഞാലും ഇപ്പോൾ PM ശ്രീയിൽ കേരളം ഒപ്പിട്ടിട്ടില്ല, കേരളം PM ശ്രീയിൽ അംഗമല്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒന്നും നടപ്പാക്കുകയുമില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ വരെയും ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാർ ശരിയാണ്, ധാരണാപത്രം പിണറായി വിജയൻ്റെ സമ്മതത്തോടെ അദ്ദേഹം ശിവൻകുട്ടി പോയിട്ട് ഒപ്പിട്ടു എന്നൊരു കാര്യം സംഭവിച്ചുവെങ്കിലും പൊതുസമൂഹത്തിൻ്റെയും സ്വന്തം മുന്നണിയിലെ രണ്ടാം കക്ഷിയുടെ ഭാഗത്തു നിന്നും നല്ല ശക്തമായ വിമർശനം ഉയർന്നപ്പോൾ അതിനോട് മസിൽ പിടിക്കുകയൊന്നും ചെയ്യാതെ, അതിനോട് മല്ല് പിടിക്കുകയൊന്നും ചെയ്യാതെ ഇവർ പറയുന്നതായിരിക്കും ശരി എന്നതിന് വഴങ്ങിയിട്ട് പിണറായി വിജയനും ശിവൻകുട്ടിയും ചെന്നിട്ട് ഈ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങി. നമ്മളിപ്പോൾ PM ശ്രീയുടെ ഡാഷ്ബോർഡ് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു കാര്യവും നടപ്പാക്കുന്നില്ല. കേന്ദ്ര സർക്കാർ കോടതിയോട് പറഞ്ഞിരിക്കുന്നത് ഇവർ നടപ്പാക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ വിമർശനങ്ങൾക്കൊടുവിൽ ഇത് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന പോസിറ്റീവായുള്ള സ്റ്റാൻഡ് എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നേരത്തെ തന്നെ മനസ്സിലായ കാര്യം ഇന്ന് VD സതീശൻ വിശദമായിട്ട് സംസാരിച്ചപ്പോൾ ഒന്നുകൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നു. പക്ഷേ ഇവർ അങ്ങനെ അത് മരവിപ്പിക്കാനോ ഒഴിവാക്കാനോ തയ്യാറുണ്ടോ എന്ന ചോദ്യം നമ്മൾ മുന്നോട്ട് വെച്ചാൽ അതിന് ഇതുവരെ തെളിവില്ല. അവർ പിന്നോട്ട് പോവുകയല്ല ചെയ്തിരിക്കുന്നത് എന്ന തെളിവാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ മുന്നണിയിലെ, കഴിഞ്ഞ മുന്നണിയിലെ രണ്ടാം പാർട്ടിയായുള്ള CPI പോലെ ഈ മുന്നണിയിലെ രണ്ടാം പാർട്ടിയായ മുസ്ലിം ലീഗ് എന്തെങ്കിലും വിധത്തിൽ CPI ഉയർത്തിയതുപോലുള്ളൊരു ശക്തമായുള്ള വിമർശനം ഉയർത്തിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇല്ല എന്ന് നമ്മൾ കാണുക. ദുർബലമായുള്ളൊരു സ്വരം വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ തങ്ങൾ ഉയർത്തി എന്ന് വേണമെങ്കിൽ പറയാം. എന്നല്ലാതെ CPIയുടെ ഭാഗത്ത് നിന്ന് ബിനോയ് വിശ്വവും മറ്റ് നേതാക്കളും ഉയർത്തിയതുപോലെ അതിശക്തമായുള്ള വിമർശനം ഇതുവരെ ഇവർ ഒപ്പിടലിലേക്കും കാര്യങ്ങളിലേക്കും പോസിറ്റീവായിട്ട് നീങ്ങുന്നു, കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടെന്ന് തോന്നലുണ്ടായപ്പോൾ പോലും ലീഗിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇല്ലല്ലോ. ഇന്നിപ്പോൾ ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ കുഴപ്പങ്ങളാണ് എന്ന് ആവർത്തിച്ച് പറയാനല്ലാതെ ഞങ്ങൾ ഒപ്പിടുകയില്ലയോ, നിങ്ങൾ മരവിപ്പിക്കുമെങ്കിലും ചെയ്യുമോ എന്ന കാര്യം പറയാനേ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി N ഷംസുദ്ദീൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങളിത് നടപ്പാക്കില്ല എന്ന ആർജവത്തോടെ പറയാൻ CPIക്കും ഉണ്ടായിരുന്നത് പോലുള്ളൊരു ആർജവം ഈ രണ്ടാം പാർട്ടിയിൽ നമ്മളിപ്പോൾ കാണുന്നില്ല. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ അക്കാര്യത്തിൽ
ഇദ്ദേഹം ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ തന്നെയും ഇത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതല്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ വളരെ വാക്ചാതുരിയോടെയും അതീവ സാമർഥ്യത്തോടെയും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഈ കാര്യത്തിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന ഒരു വാക്കും അതിനകത്തില്ല. ആത്യന്തികമായിട്ട് PMCയിലേക്ക് ഇവർ ഒപ്പിടുകയാണ് ചെയ്യുക എന്ന പ്രവചനം ഞാൻ വളരെ ദിവസങ്ങൾക്ക് മുമ്പേ നടത്തിയതാണ്. ആ പ്രവചനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരു സംഗതിയും ഇന്നത്തെ വർത്തമാനത്തിൽ ഞാൻ കണ്ടില്ല. സഭയിൽ ആകപ്പാടെ VD സതീശൻ സർക്കാർ, മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി PMCയിൽ ഒപ്പിടാനാണ് പോകുന്നതെന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമൊന്നുമില്ല. അത് കുറച്ച് ഇങ്ങനെ ചാടിച്ച് കൊണ്ടുപോവുക എന്നതായിരിക്കും. അറബിക്കടലൊക്കെ വറ്റിപ്പോയാലും KM ഷാജിനെ ഒന്നും മിണ്ടാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള നമ്മളെപ്പോലുള്ള ആളുകളെ ഇവർ തിരുത്താൻ വേണ്ടിയിട്ട് ഒരു തവണയെങ്കിലും പറയട്ടെ. ഇവർ മരവിപ്പിച്ചല്ലോ, ആരും LDF സർക്കാർ മരവിപ്പിച്ചു എന്ന് പറയണ്ടല്ലോ. അത് ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഇതേ വാക്ചാതുരിയുള്ള മുഖ്യമന്ത്രി സഭയിൽ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ് മരവിപ്പിച്ചു എന്ന്. ഇടതുപക്ഷ സർക്കാർ മരവിപ്പിച്ചു, ഞങ്ങൾ മരവിപ്പിക്കുകയെങ്കിലും ചെയ്യുമെന്ന് ഇവർ പറയട്ടെ, പറഞ്ഞാൽ നമുക്ക് ആ നിലപാട് മാറ്റാം. മദ്യത്തിൻ്റെ കാര്യമാണെങ്കിലും VD സതീശൻ്റെ ഇന്നത്തെ വാക്കുകളിൽ നിന്നും മനസ്സിലായിരിക്കുന്ന കാര്യം ഇതാണ്. ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള നിലപാടിനേക്കാൾ എത്രയോ ഗരിമയാർന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിന് എന്ന് വ്യക്തമാകുന്ന കാര്യം ഇന്ന് VD സതീശൻ തന്നെയും പറഞ്ഞു. എന്താണത്? MV ഗോവിന്ദൻ മാസ്റ്ററുടെ കാലത്ത് ഈ ബ്രീസർ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ബക്കാടി അടക്കമുള്ള കമ്പനികൾ വന്നിരുന്നു, നികുതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ അതിവിടെ നടപ്പായില്ല. MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞിട്ട് MP രാജേഷ് മന്ത്രിയായി വന്ന് അല്ലേ? അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഒരു മന്ത്രി തന്നെ മാറിയിട്ട് മറ്റൊരു മന്ത്രി വന്നിട്ട് ഇത്രയും കാലം ഉണ്ടായിട്ട് ഏതോ നിലക്കൊരു സംശയം കൊണ്ട് അവരതിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ VD സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇന്ന് സഭയിൽ പറഞ്ഞത് തന്നെയും തെളിവാണ്. അവരത് നടപ്പാക്കാൻ പോയില്ല. എന്തുകൊണ്ടാണ്? ഏതോ കാരണം കൊണ്ട് അവർ നടപ്പാക്കില്ല. അത് ജനാനുകൂലമായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാനേ തരമുള്ളൂ എന്ന് ഈ ഘട്ടത്തിൽ, അല്ലെങ്കിൽ മറിച്ച് ഇപ്പോഴത്തെ ഭരണപക്ഷം അപ്പോഴത്തെ പ്രതിപക്ഷം നമ്മളോട് സ്ഥാപിച്ചു തരണം. കാരണം ജനാനുകൂലമായിട്ടുള്ള എന്തോ ഒരു സംശയം കൊണ്ട് അവരതിൽ മുന്നോട്ട് പോയിട്ടില്ല. വേണമെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നല്ലോ. അവർക്ക് MV ഗോവിന്ദൻ മാസ്റ്ററുടെ കാലത്തായിരുന്നെങ്കിൽ അവർക്ക് മറ്റൊരു മന്ത്രി വരുന്നൊരു ദീർഘമായ കാലയളവ് ഉണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പിണറായി വിജയനും ടീമും വിചാരിച്ചെന്നാൽ അവരുടെ സർക്കാർ തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഒപ്പിടാമായിരുന്നു. ഞങ്ങളുടെ സർക്കാരാണല്ലോ വരാൻ പോകുന്നത്, എന്നാൽ പിന്നെ അങ്ങ് ഒപ്പിട്ടേക്കാം. ഈ വരട്ടെ, ഈ ബ്രീസർ, ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യവും കൂടെ നാട്ടിലേക്ക് വരട്ടെ, അവർക്ക് നികുതി കുറച്ച് കൊടുത്തിട്ട് നല്ല പൈസ ഇങ്ങോട്ട് വരട്ടെ, സാമ്പത്തികമായിട്ട് സംസ്ഥാനം വലിയ ദുരിതം അനുഭവിക്കുകയാണ്, പണം ഇങ്ങോട്ട് വരട്ടെ എന്ന് അവർക്ക് വിചാരിക്കാമായിരുന്നല്ലോ. അവരത് ചെയ്തില്ല. എന്തോ കാരണവശാൽ അവരത് ചെയ്തില്ല. അവർ അടുത്ത സർക്കാർ തങ്ങൾക്ക് കിട്ടുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിട്ട് പോലും അവർ ചെയ്തില്ല എന്ന് വെച്ചാൽ അതിനകത്ത് അവർക്കൊരു ജാഗ്രത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കുകയാണ്. PMCയുടെ കാര്യത്തിൽ എതിർപ്പ് വന്നപ്പോൾ ഞങ്ങളിതാ പിൻവാങ്ങുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് മുന്നിൽ തലവണങ്ങി പിന്നോട്ട് പോയ ഈ സർക്കാർ ഈ പറയുന്ന മദ്യത്തിൻ്റെ കാര്യത്തിലും കാർക്കശ്യമുള്ള നിലപാടെടുത്തില്ല, ഒപ്പിട്ടില്ല. അവരതിൻ്റെ വഴികളെല്ലാം നോക്കിയിട്ടും വഴികളെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നിട്ടും ഒപ്പിട്ടില്ല. VD സതീശൻ സർക്കാർ എന്ന് തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി മുഖ്യമന്ത്രി നേരെ വന്നതിൻ്റെ ബജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം, തലേ ദിവസമാണത്രേ, ടാക്സ് തയ്യാറാക്കുന്ന തലേ ദിവസമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തലേ ദിവസം, ബജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ തലേ ദിവസം എക്സൈസ് മന്ത്രിയോട് പോലും ചോദിക്കാതെ എഴുതി വെച്ചു ഇതാ കിടക്കട്ടെ എന്ന്. ഇത് അദ്ദേഹം തീരുമാനിച്ചു അക്കാര്യത്തിൽ. ഈ തീരുമാനം കഴിഞ്ഞ സർക്കാർ എടുത്തിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിലും, PMC ആണെങ്കിലും മദ്യത്തിൻ്റെ ടാക്സ് ആണെങ്കിലും, ഈ രണ്ട് വിഷയങ്ങളും നമ്മൾ ആകെ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ നൽകിയ മറുപടിയും അദ്ദേഹത്തിൻ്റെ ദീർഘമായുള്ള സംസാരവും മാത്രം തെളിവായെടുത്താൽ പോലും ഈ സർക്കാരിനേക്കാൾ ഈ വിഷയങ്ങളിൽ നല്ല നിലപാടെടുത്തത് ഇടതുപക്ഷ സർക്കാരായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. താഴെ വന്നിട്ട് ആളുകൾ വല്ലാത്ത തോതിൽ നമ്മളെ ചീത്ത വിളിച്ചാലും ഇതാണ് VD സതീശൻ ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതായത് ധാതു ഖനനം. സാർ ആര് പറഞ്ഞു സാർ ധാതു മേഖല, കരിമണൽ മേഖല സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന് VD സതീശൻ ചെയറിനെ നോക്കി സാറെന്ന് വിളിച്ച് പറഞ്ഞു. ആ സാർ വിളി ചെയറിനോട് മാത്രമാണെന്ന് അർശനം തോന്നുന്നുണ്ടോ? KC വേണുഗോപാലിനോട് കൂടിയാണ് അല്ലേ? KC വേണുഗോപാൽ മാത്രമാണ് കരിമണൽ മേഖലയിൽ കൂടെ ഇങ്ങനെയൊരു സംഗതി നടക്കുന്നല്ലോ എന്നൊരു ഹിൻഡ്, കരിമണൽ ധാതു ഖനനം എന്ന് പ്രയോഗിച്ച് തന്നെയും സംസാരിച്ച് പോയാൽ KC വേണുഗോപാലാണ്. KC വേണുഗോപാലിനോട് കൂടെയാണ് സാർ. ആര് പറഞ്ഞു സാർ ഈ ധാതു ഖനനം, കരിമണൽ ഖനനം നടത്തും എന്ന് അദ്ദേഹം ചോദിക്കുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സന്തോഷകരമായുള്ള കാര്യമാണ്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്ന തങ്ങളുടെ നിലപാടേ അല്ല, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ നല്ല സന്തോഷകരമായുള്ള കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ VD സതീശൻ്റെ സംസാരം വന്നാൽ വീണ്ടും യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് ആവർത്തിച്ച് പറയാൻ പറ്റും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് തോന്നും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സർക്കാർ ആകപ്പാടെ അബദ്ധമായിരുന്നു, വെറുക്കപ്പെടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വലിയ പിന്തുണ കൊടുത്ത ആളുകളെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് അവർ ചെയ്തിട്ടൊരൽപ്പം പിന്നോട്ട് മാറിയ PMCയിൽ ഒപ്പിടാൻ വേണ്ടി പോവാണ്. അവർ ചെയ്യാൻ ഏറ്റവും അറ്റത്തോളം എത്തിയിട്ടും ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച മദ്യത്തിൻ്റെ നികുതി ഇളവാക്കി കൊടുക്കുകയാണ്. ഇവർ ചെയ്യുന്ന പോലെ തന്നെ സ്വകാര്യ മേഖലയല്ല പൊതുവൽക്കരിക്കുകയാണ് ചെയ്യുക എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി
തുടങ്ങിയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പിന്നെ ഷംസുദ്ദീൻ സംസാരിച്ചപ്പോൾ നമുക്ക് വ്യക്തമായല്ലോ, അവർക്ക് വലിയ എതിർപ്പ് ഇതിനകത്തില്ല. അവർ മെല്ലെ മെല്ലെ അവരുടെ അനുയായികളെ കുഴപ്പമില്ല കേട്ടോ, സ്ത്രീ ഒപ്പിട്ടിട്ട് കാശിങ് മേടിക്കാം എന്ന് നമുക്ക് ഈ ചെറുപ്പക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് സാധ്യത. അത് പിന്നെ കേഡർ പാർട്ടിയായതുകൊണ്ട് അവർ ഒതുങ്ങിക്കോളുമെന്ന് അവർക്കറിയാം. PMC പിന്നെ കടലിലെ കൊണ്ടുപോയിടാൻ പോയ KM ഷാജി ഏതായാലും ഇപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ മറ്റുള്ള ആളുകൾക്കൊരു വിഷമം വരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിന്നെ മുസ്ലിം ലീഗ് കരയും, വിതുമ്പിക്കരയും, ജമാഅത്തെ ഇസ്ലാമി പൊട്ടിക്കരയുമെന്നാണ്. മുസ്ലിം ലീഗ് വിതുമ്പി കരച്ചിൽ നിർത്തിയിട്ട് ഇവരുടെ കൂടെ നിൽക്കും, ജമാഅത്തെ ഇസ്ലാമി ഒരുപക്ഷെ കുറച്ചു നേരം കൂടി കരച്ചിൽ തുടർന്നേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ പിൻവലിക്കുമെന്നല്ല. റൈറ്റ്, ഇത് തന്നെയാണ്. അതായത് ഇതൊന്നും വളരെ പെട്ടെന്ന് പിൻവലിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയായി തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നു, അതിൻ്റെ സ്വാഭാവികതയോടെ. അതിനിടയ്ക്ക് ചില പൊട്ടിത്തെറികളും ബഹളങ്ങളും ഒക്കെ ഈ മട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊരു കാര്യം, ഈ വിഷയങ്ങളിലെല്ലാം 3 വിഷയങ്ങളാണെന്ന് പ്രധാനമായും വന്നത് ഫ്ലോറിൽ. അതായത് ഒന്ന് ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യം, 2 മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ്, 3 കരിമണൽ ഖനനം അല്ലെങ്കിൽ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം. ഈ 3 വിഷയത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ പഴയ നിലപാടെന്തായിരുന്നു അത് നോക്കിയാൽ മതി. ഈ 3 വിഷയത്തിലും, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാട് ഇത് അഴിമതിയാണ് എന്നുള്ളതായിരുന്നു. അഴിമതിയാണെന്ന് തന്നെയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തുടർച്ചയായ ഒരു നിലപാടുണ്ട്, അത് തന്നെ അനുവദിക്കാൻ, അതിപ്പോൾ ഏത് മേഖലയിലായാലും അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഹരിത MLA ആയി നിന്നത്. ഇനി ഇപ്പുറത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇത് സംഘപരിവാറിന് കീഴടങ്ങുകയാണ് സർക്കാർ എന്നുള്ള ഉറച്ച നിലപാട് VD സതീശൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ 3 നിർണായക വിഷയത്തിലും എങ്ങനെ VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് സ്ഥാപിച്ച് മുന്നോട്ട് പോകാനുള്ള ബാധ്യത മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിനുണ്ട്. കാരണം പ്രതിപക്ഷത്തിരുന്ന് അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് നടപ്പാക്കാനുള്ള ആർജവം കാണിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷേ അതത്ര എളുപ്പമല്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണെന്ന് ആയിക്കോട്ടെ, പക്ഷേ അത് എളുപ്പമല്ല എന്നുള്ളതാണ് ഒരു സിസ്റ്റത്തിലേക്ക് കയറി കഴിയുമ്പോൾ മനസ്സിലാവുക. അദ്ദേഹത്തിന് വരുമാനം വർദ്ധിപ്പിക്കണം, സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കണം, കടക്കണിയിൽ നിന്ന് രക്ഷിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. സ്വാഭാവികമാണ്, അതിന് വരുമാനത്തിനുള്ള മാർഗങ്ങളെക്കുറിച്ച് അദ്ദേഹം ആരായണം. ഈ ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ വേറെ പ്രത്യേകിച്ച് ആ നിലയ്ക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റേതെങ്കിലും ഒരു ഭാവനാപൂർണമായ നിർദ്ദേശങ്ങളില്ല. പക്ഷേ ഭാവനയില്ലാത്ത ബജറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതെന്തൊക്കെയാണ്? അത് ഇത്തരത്തിൽ ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വളർച്ച സംസ്ഥാനത്തിന് സാധ്യമാകുന്ന അദ്ദേഹം ബജറ്റിൽ പറയുന്നുണ്ട്. ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാവന സിസ്റ്റത്തിലേക്ക് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ ആ നിലയ്ക്ക് മാറി എന്നേ പറയാനുള്ളൂ. അതുപോലെ PM ശ്രീയിൽ എന്താ സംഭവം? PM ശ്രീയിൽ നേരത്തെ അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിരുന്ന് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കാം. പക്ഷേ അദ്ദേഹം ഈ ഭരണാധിപനായി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചു തുടങ്ങും. എങ്ങനെയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഈ കടക്കണിയിലായ സംസ്ഥാനമെന്നും ഒരു തരത്തിലും ഈ കടത്തിൽ നിന്ന് രക്ഷയില്ല എന്നുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവിന് പക്ഷേ മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ചിലവ് എങ്ങനെ സംഭവിക്കും? അത് PM ശ്രീയിൽ ഇപ്പോൾ തൽക്കാലം ഒപ്പിട്ടിട്ടുണ്ടല്ലോ. അതെന്നാൽ അവരുടെ തലയിൽ വെച്ച് അതിൻ്റെ ബാക്കി നടപടികളിലേക്ക് കടക്കാം. അതാണ് തൽക്കാലം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ലത് എന്നുള്ള ആലോചനയിലേക്ക് അദ്ദേഹം പോയി. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം എടുത്താൽ എന്താണ് സമീപനം? ആ കാര്യത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ വേറൊരു കൗതുകകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ K കരുണാകരൻ വെച്ച കമ്മിറ്റിയാണ് ഉദയഭാനു കമ്മിറ്റി. ആ ഉദയഭാനു കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഘട്ടം ഘട്ടമായി മറ്റേത് പരിഹരിച്ച് കൊണ്ടുപോകണം. അതായത് ഒരു UDF സർക്കാരിൻ്റെ തന്നെ അവർ നിയോഗിച്ച കമ്മീഷൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പതുക്കെ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുക. അങ്ങനെ സാധിച്ചു വന്ന് ഇപ്പോൾ ഏതാണ്ട് അത് നടപ്പാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അതായത് എങ്ങനെ സംസ്ഥാനത്ത് മദ്യവർജനം സാധ്യമാക്കാം, അമിത മദ്യ ഉപഭോഗം കുറയ്ക്കാം എന്നുള്ള ആലോചനയിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശമാണിത്. ഇനി ഈ കാര്യത്തിൽ ഇപ്പോൾ ബക്കാർഡി കമ്പനിയാണല്ലോ ഇതിനകത്ത് ചിത്രത്തിലുള്ളത്. ബക്കാർഡി കമ്പനി എന്ന് മുതലാണ് ഈ വിഷയത്തിൽ പിന്നാലെയുള്ളത്? തനിഷ്, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ബക്കാർഡിക്കാണ് 90% മാർക്കറ്റ് ഷെയർ ഇതിൽ. നേരത്തെ ഈ പറഞ്ഞ സ്മിർനോഫിൻ്റെ ഐസും മറ്റേ ബസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് കിങ്ഫിഷറിൻ്റെ ബസ് ഉണ്ടായിരുന്നു, മാജിക് മൊമെൻസിൻ്റെ എന്തോ ഒരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും 90% മാർക്കറ്റ് ഷെയർ ഉള്ളത് ബക്കാർഡി കമ്പനിക്കാണ്.
അപ്പോൾ അവരിതിന് സ്വാഭാവികമാണ്. അതൊരു കമ്പനി എന്നുള്ള നിലയ്ക്ക് അവർ ഇതിന് പിന്നാലെ ഈ രാജ്യത്ത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള സംഗതിയൊന്നുമല്ല അവർ കച്ചവടം ചെയ്യുന്നത്. അവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടത് 2007 മുതലാണ്. അതായത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത്. ഇപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ കാര്യം സഭയിൽ അദ്ദേഹം പറഞ്ഞു, VD സതീശൻ. പക്ഷേ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മുതൽ ആ അപേക്ഷയുണ്ട്. പുതിയ കാര്യമല്ല. അപ്പോൾ ഈ അപേക്ഷ ഇവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ അതിങ്ങനെ വീണ്ടും നീട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാറി മാറി വന്ന സർക്കാരുകൾ ചെയ്തത്. അതേക്കുറിച്ച് നേരത്തെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പഠനം ഉണ്ടോ എന്നുള്ളതിൻ്റെ അന്വേഷണത്തിലാണല്ലോ ഈ പറഞ്ഞ പോലെ ഉദയഭാനു കമ്മിറ്റിയുടെ പഠനത്തിൽ തന്നെയാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് എവിടുന്ന് വന്നു ഇങ്ങനെ ഒരു സംഗതി എന്നുള്ളതാണല്ലോ. പക്ഷേ അത് ആ രീതിയിൽ വന്നു. ഇപ്പോൾ നേരിട്ട് അദ്ദേഹത്തിന് ഇന്ന് ആർക്കൊക്കെയാണ് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടിയിരുന്നത്? അതായത് പ്രതിപക്ഷത്തിന് VM സുധീരന്, KC വേണുഗോപാലിന്, സഭയ്ക്ക്, സമസ്തയ്ക്ക്, ഇപ്പോൾ സർവോപരി ജമാഅത്തെ ഇസ്ലാമിക്ക്, ഇവർക്ക് എല്ലാവർക്കും മറുപടി, അവർക്ക് എല്ലാവർക്കുമുള്ള മറുപടിയാണ് VD സതീശൻ അവിടെ നിന്ന് പറയേണ്ടി വന്നത്. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ അതിഗംഭീരമായി അദ്ദേഹം അത് സാധിച്ചെടുത്തു. പല ആരോപണങ്ങളും തിരിച്ചുന്നയിച്ചു. അപ്പോൾ ഇങ്ങോട്ട് അഴിമതി ആരോപണമാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഒരു അഴിമതി ആരോപണം എന്ന മട്ടിൽ തോമസ് ഐസക്കിനെതിരെ ഒരാരോപണം അദ്ദേഹം ഉന്നയിച്ചു കണ്ടു. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നു നിൽക്കുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനകത്ത് ഞാനൊരു കാര്യം പറയാം സനീഷ്. ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഗോവിന്ദ മാഷ് ഇതിന് പിന്നെ എന്താണ് ചില കാര്യങ്ങൾ ഇതിൻ്റെ നിർവചനം എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞൊരു നോട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഒരു മഹാസംഭവമല്ല. ഒരു കമ്പനി, ഈ നിയമം മൂലം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഒരു നോട്ട് ഒരു മന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഭരണതലത്തിലെ അതിൻ്റെ ഒരു ടെർമിനോളജിയിൽ തന്നെയാണ് അത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. ഇതെന്താണെന്ന് വിശദീകരിക്കണം. വിശദീകരിച്ചതിന് ശേഷമാണല്ലോ അതിന്മേലുള്ള തുടർ നടപടിയിലേക്ക് പോവുക. ആ കത്ത് അങ്ങനെ തന്നെയല്ലേ ഫോർവേഡ് ചെയ്യുന്നത്? അല്ലാതെ ഒരു കത്ത് കിട്ടിയാൽ ചുരുട്ടിക്കൂട്ടി കൊട്ടയിലിടുക അല്ലല്ലോ അത് ചെയ്യുന്നത്. സ്വാഭാവികമായും അതെന്താണെന്ന് പഠിക്കുക. അതിൻ്റെ ശേഷമാണ് 2023-24 ഇത് മദ്യനയത്തിൽ കിടക്കുന്നത്, മദ്യനയത്തിലേക്ക് വരുന്നത്. അത് 251% അതിന് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഇത് മദ്യനയത്തിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കർഷകരുടെ അപേക്ഷ വേറെ ഇരിപ്പുണ്ട്. ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ ഫെനി അടക്കമുള്ള കാര്യങ്ങളിൽ വേറൊരു അപേക്ഷ ഇരിപ്പുണ്ട്. അങ്ങനെ 3 തരം തിരിച്ച് അതിൽ ഏറ്റവും ഈ വൈനിന്, സാധാരണ ഫ്രൂട്ട് വൈനിന് ഏറ്റവും കുറച്ച്, അതേസമയം ഈ ഫെനി അടക്കമുള്ള അതല്ലെങ്കിൽ ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ വിദേശ മദ്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് 251% ടാക്സും ഏർപ്പെടുത്തിയാണ് ആ നയം നടപ്പാവുന്നത്. അതിൽ ആ 251% എന്നുള്ളത് വന്നപ്പോൾ തന്നെ ഈ ഉൽപ്പന്നം ഇവിടെ വിറ്റഴിക്കാനുള്ള നിയമം പാസ്സായി കഴിഞ്ഞു. അതിൻ്റെ നിയമമുണ്ട്, ചട്ടം വന്നു കഴിഞ്ഞു. അത് സബ്ജക്ട് കമ്മിറ്റിക്കെല്ലാം പോയി കഴിഞ്ഞിട്ടാണല്ലോ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക. അങ്ങനെ നിലവിൽ സംസ്ഥാനത്തുള്ള ഒരു സംഗതിയാണ്, ഇല്ലാത്ത ഒരു സംഗതിയല്ല. 251% വിൽക്കാമെന്നുള്ള സംഗതിയെ ഒറ്റയടിക്ക് ഈ പറഞ്ഞ 120% കുറച്ചു അതിൻ്റെ ടാക്സ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതും 2.5 ദിവസം കൊണ്ട്. അതാണ് ഒരു സർക്കാർ അധികാരത്തിൽ, അതായത് VSൻ്റെ കാലം മുതൽ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന ഒരു വിഷയത്തിൽ 2.5 ദിവസം കൊണ്ട് തീരുമാനം എടുത്തതിനെ തെറ്റായി ഞാൻ പറയില്ല. അതിന് കാരണം ഇത് നടപ്പാവുന്നതിൽ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് വ്യക്തിപരമായി ഞാൻ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത് അതിനെ തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ 2.5 ദിവസം കൊണ്ട് ഒരു കമ്പനിയുടെ അപേക്ഷയിന്മേൽ തീരുമാനമാക്കി അതിൽ മറ്റൊരു കൂടിയാലോചന ഇല്ലാതെ നടപ്പാക്കാൻ VD സതീശൻ എന്നുള്ള മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. നികുതി പകുതിയായിട്ട് ചുരുക്കി കൊടുത്തു, ലാഭത്തിന്റെ ഇരട്ടി ഉണ്ടായി കൊടുത്തു മുതലാളിക്ക്. അതെ, സ്വാഭാവികമായും. അപ്പോൾ പിന്നെ ഇത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് ഇവർക്ക് ആലോചിക്കാം. പക്ഷേ ഇത് പിൻവലിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ എത്ര എളുപ്പത്തിൽ സാധ്യമായ കാര്യമല്ല. ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഈ തീരുമാനം അങ്ങ് പിൻവലിച്ച് കളയാമെന്ന് തീരുമാനിച്ചാൽ കമ്പനി കോടതിയിൽ പോകും. അവിടെ ഒരു കാര്യം കമ്പനികൾക്ക് കോടതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം മറന്നുപോയി. അതായത് അദ്ദേഹം തന്ത്രപൂർവ്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, UDF തീരുമാനിച്ചാൽ വേണ്ടെന്ന് വെക്കാമെന്നാണ്. മദ്യവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തേക്ക് വരുമാനം വരുന്നൊരു കാര്യം UDF എന്ന് പറയുന്ന മുന്നണി വേണ്ട എന്ന് വെക്കുന്ന ദർശനം തോന്നുന്നുണ്ടോ? അല്ല, തൽക്കാലത്തേക്ക്. അത് പക്ഷേ വേറൊരു കാര്യം, വാശിപ്പുറത്ത് എന്തും ചെയ്തു കളയും. പക്ഷേ VM സുധീരൻ പണ്ട് ഇതുപോലൊരു പുകിലുണ്ടാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി വാശിപ്പുറത്ത് മദ്യനയം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, ബക്കാടി കമ്പനി തന്നെ വേണ്ട. അല്ല, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചു കളയും. പക്ഷേ VD സതീശനെ പോലെ വിഷനറി ആയിട്ടുള്ള ഒരു നേതാവ് അങ്ങനെ ഒരു അബദ്ധ തീരുമാനം എടുക്കില്ല എന്നാണ് ഞാനതിനെ കാണുന്നത്. ഞാൻ ഈ തീരുമാനത്തെ തെറ്റായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അതിനകത്ത് അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എന്നുള്ളതല്ലാതെ ഈ തീരുമാനം തെറ്റാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അത് ഞാൻ പല ആവർത്തി പറയുകയാണ്, അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത്രയും പഠനം കഴിഞ്ഞ വിഷയമാണിത്.
ഇത്രയും പഠനം കഴിഞ്ഞ ഒരു വിഷയമാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ, അത് അഴിമതി എന്നൊക്കെ ആരോപിക്കാൻ പാകത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹർഷനി പറഞ്ഞ ഹിസ്റ്ററി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെയും സംസ്ഥാനത്തിന് വരുമാനം വേണം. അതെ, അതുകൊണ്ട് എളുപ്പത്തിൽ പറ്റാവുന്ന ഒരു കാര്യം ഇവിടെ മുന്നിലുണ്ട്. അത് പിന്നെ ആരോടും ആലോചിക്കാതെ എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉറപ്പിട്ടു. ഇതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണം എന്ന നിലയ്ക്ക് വി ഗോവിന്ദൻ മാഷിനെതിരെയുള്ള ആരോപണത്തെ നമുക്ക് കാണാമെന്നുള്ളതിനപ്പുറത്ത് അതിൽ വേറെ വലിയ അർത്ഥമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു നിൽക്കാൻ വേണ്ടി അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, തോമസ് ഐസക്ക് ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ വില വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കില്ല, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് 78% നിർണ്ണയിച്ച് അവർക്ക് ഇവിടെ ഒഴുക്കാൻ അവസരം കൊടുത്തു. അത് ജോണി വാക്കറിനോടും ശിവ ശ്രീകരനോടും ഒക്കെ കാശ് മേടിച്ചിട്ടാണോ, അതും അഴിമതിയല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ച് പ്രതിരോധിക്കാനാണ് വി ഡി സതീശൻ ശ്രമിച്ചത്. അതിനകത്ത് പക്ഷേ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ, ഈ 78% ചുമത്തിയത് 150% കസ്റ്റംസ് ഡ്യൂട്ടിക്ക് മേലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എത്രയാണ്, 228% അതായത് ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ അപ്പോഴത്തെ നികുതി, അതായത് 228 അത് മറച്ചു വെച്ചു. 150 എന്നുള്ളത് മിണ്ടിയില്ല. കസ്റ്റംസ് ഡ്യൂട്ടി 150 ഈ കാര്യത്തിൽ വിദഗ്ധരാണ്. അശ്വത്ഥാമാവിനെ കൊന്നു ആരെയാണ് അത് മാത്രമല്ല, അതേസമയം IMFL ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിനേക്കാൾ കുറച്ച്, അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് 210% നികുതിയുള്ളപ്പോൾ നിങ്ങൾ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് 78% കുറച്ച് കൊടുത്തില്ലേ എന്നാണ് ചോദ്യം. പക്ഷേ 150 + 78 അങ്ങനെ 228 യഥാർത്ഥത്തിൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ ടാക്സ്. മാത്രമല്ല IMFL അന്ന് 210% ഉള്ളൂ, അതിനേക്കാൾ താഴെ തന്നെയാണ്. പിന്നെ മാത്രമല്ല ഈ 78 എന്നുള്ളത് പിന്നീട് 115% ആക്കുന്നുണ്ട്. അപ്പോൾ ഫലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 രൂപ അടിസ്ഥാന വിലയുള്ള, മദ്യപാനികൾ സങ്കടപ്പെടും ഇതൊക്കെ കേൾക്കുമ്പോൾ, 100 രൂപ അടിസ്ഥാന വിലയുള്ള മദ്യം 540 രൂപയ്ക്കാണ് അവർ മേടിച്ച് കുടിക്കുന്നതെന്ന് ഓർക്കണം. ബാക്കി എല്ലാം ഈ ടാക്സ് ആയിട്ട് വരികയാണ് ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ വന്നപ്പോൾ. അല്ലാതെ ഇത് വെറുതെ എന്തോ വിതരണം ചെയ്യാനായിട്ട് ഏർപ്പാടാക്കിയെന്നുള്ള മട്ടിൽ ലാഘവത്തോടെ പറഞ്ഞു പോയാൽ അത് ശരിയല്ല. സഭയിൽ ഇതിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഈ മട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം, അതിനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. മറ്റൊന്ന്, അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയില്ല. സാധാരണ ബുധനാഴ്ച വാർത്താ സമ്മേളനം നടന്നത് എല്ലാം നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങളെ ഇത് കണ്ടില്ല. ഈ ചോദ്യങ്ങൾ ഉണ്ടാവുന്ന അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അതാണ് അതിനകത്തുള്ള മറ്റൊരു കാര്യം. ഇനി വേറൊരു കാര്യം, ഈ അന്ന് ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു കേസിന് 6000 രൂപ അടിസ്ഥാന വിലയുള്ളതേ വിൽക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഫലത്തിൽ അതിൻ്റെ ഈ കനത്ത ടാക്സും കൂടി കഴിയുമ്പോൾ ഇവിടെ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ മേടിച്ച് കുടിക്കാൻ ആഗ്രഹമുള്ളത് നല്ല മദ്യം എന്ന് വിശ്വസിച്ചാണല്ലോ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ മേടിച്ച് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കുന്ന ഓരോരുത്തരും കനത്ത തുക കൊടുത്തിട്ടാണ് ആ ആഗ്രഹം നിവൃത്തി വരുത്തുന്നത് എന്നുള്ളതാണ് കാര്യം. കാരണം ഒരു കേസ് വിൽക്കുമ്പോൾ 16,000 രൂപ സർക്കാരിന് മിനിമമാണ് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന തീരുമാനമായിരുന്നത്. അപ്പം അതിനെ അങ്ങനെ ഒരു അഴിമതി ആരോപണം തിരിച്ചുന്നയിച്ച് അങ്ങനെ തടി തപ്പുന്നത് ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് ഞാനത് ഇത്രയും വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതാണ്, അതൊരു സാമർഥ്യത്തിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചത്. അപ്പോൾ ഇനിയുള്ളൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിലവിലെ ചട്ടപ്രകാരം വിൽക്കാം, ഇത് ടാക്സും തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് പിന്നെ ഇതിറക്കണോ വേണ്ടതെന്ന് എക്സൈസ് വകുപ്പ് തീരുമാനിക്കുമെന്ന് ലിജു പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ പിടിച്ച് നിർത്താം. പക്ഷേ വേണമെങ്കിൽ കമ്പനിക്ക് കോടതിയെ സമീപിക്കാം. ഇനി ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത് പിൻവലിച്ചാലും കമ്പനിക്ക് കോടതിയെ സമീപിക്കാം. അതായത് വിൽപ്പന തടഞ്ഞുകൊണ്ടുള്ള ഈ ടാക്സ് ഒക്കെ നിർണ്ണയിക്കാൻ ഇനി വേണമെങ്കിൽ ബജറ്റ് നിർദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ല, അതായത് അങ്ങനെയല്ല, ഇത് നേരത്തെ നടപ്പാക്കി കഴിഞ്ഞതല്ലേ. 251% നിർണ്ണയിച്ചതാണ്. അതിന്റെ ശതമാനക്കണക്ക് കുറച്ച്. പക്ഷേ അതിന്റെ പ്രശ്നം അതല്ല, ഇനി അവർ കോടതിയിൽ പോയാലും 251% നിലവിലുള്ള ടാക്സ് മറ്റേ നിർദ്ദേശമായിട്ട് വന്നല്ലേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തെ ഓൾറെഡി ഇതിന്റെ കച്ചവടം നിരോധിക്കുക എന്നത് സാധ്യമല്ല. നിങ്ങൾ കച്ചവടം നടത്തുകയാണെങ്കിൽ 251% ടാക്സ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നന്നായി അദ്ദേഹം ഫ്ലോർ മാനേജ് ചെയ്തു. പക്ഷേ ഈ പ്രശ്നമുണ്ട്. PM ശ്രീയിൽ ഇപ്പോൾ സനീഷ് പറഞ്ഞതിനപ്പുറത്ത് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം PM ശ്രീയിൽ പ്രധാനമായും സംസാരിച്ചത് N ഷംസുദ്ദീനാണ്. അത് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം N ഷംസുദ്ദീൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് മരവിപ്പിക്കുന്നത് തുടരാം, ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള നിലപാട് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല. അദ്ദേഹത്തിന് കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അടക്കം, അതായത് IUMLൻ്റെ അടക്കം തീരുമാനം എന്നത് യഥാർത്ഥത്തിൽ ഈ PM ശ്രീയുമായി, അതായത് കിട്ടാവുന്ന പണം മേടിച്ചെടുക്കുക എന്നുള്ളതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതല്ലെങ്കിൽ ശരി, ഇടത് സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നു, ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു, മരവിപ്പിച്ച നടപടി നമ്മൾ തുടരും എന്ന് സിമ്പിളായി പറഞ്ഞാൽ അവിടെ തീരും ഈ വിഷയം. അതിന് പകരം PM ശ്രീയിൽ നിന്ന് 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. PM ശ്രീ മേടിക്കണമെങ്കിൽ ആ സ്കൂളുകൾ ഏതാണെന്ന് നിർണ്ണയിക്കണം. ആ സ്കൂളുകൾ നിർണ്ണയിച്ച് ആ സ്കൂളുകൾക്ക് വേണം ഈ PM ശ്രീയുടെ ഫണ്ട് വരാൻ. PM ശ്രീയിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടില്ല. 1 രൂപ മേടിച്ചു എന്ന് PM ശ്രീയുടെ തുക 1 രൂപ മേടിച്ചു എന്ന് N ഷംസുദ്ദീൻ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്താം.
കാരണം അതായത് അങ്ങനെ ഉറപ്പുള്ള ഒരു നുണയാണ് ഈ പറഞ്ഞു പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു രൂപ വാങ്ങിച്ചിട്ടാന്ന് മൂപ്പർ തെളിയിക്കും. അപ്പൊ ഒരു വർഷം പണി നിർത്തേണ്ടി വരും. ഈ തൊടുന്യായം പറഞ്ഞു പോകുന്നത് കൊണ്ട് അങ്ങനെ ചിലപ്പോൾ ചെയ്യും. അതായത് യഥാർത്ഥത്തിൽ PM ശ്രീയിൽ നിന്നല്ല ഫണ്ട് മേടിച്ചിരിക്കുന്നത്. അത് SSKയുടെ തരാനുള്ള ഫണ്ട് അവരനുവദിച്ചതാണ്. അത് തരേണ്ടതാണ്. അത് വേണമെങ്കിൽ കോടതിയിൽ പോയി അതിൽ തമിഴ്നാട് ചെയ്യുന്നത് പോലെ പോരാടാവുന്നതാണ്. അത് വാസ്തവമാണ്. പക്ഷേ PM ശ്രീയുടെ ഫണ്ടല്ല. അതിന് വേറെ സ്കൂളുകൾ നിർണ്ണയിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ് വളരെ കൃത്യമായി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് സർക്കാർ ഈ പറയുന്ന തർക്കമില്ലാതെ ഒപ്പിട്ടിട്ടുണ്ട്. ഈ തർക്കമില്ലാതെ ഒപ്പിട്ടിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ PD സതീശൻ പറഞ്ഞു, നിങ്ങൾ RSSന്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ പോയി വളഞ്ഞു നിന്ന് തീ കൊളുത്തിയതല്ലേ, അല്ലെങ്കിൽ തിരി കൊളുത്തിയതല്ലേ ഈ പറയുന്ന എന്താണ് നമ്മുടെ PM ശ്രീ എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആരെയൊക്കെയാണ് അവഹേളിക്കുന്നതെന്ന് അറിയാവോ? ഏതൊക്കെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയാണ് അവഹേളിക്കുന്നതെന്ന് അറിയാവോ? അതുകൊണ്ട് നേരത്തെ കോൺഗ്രസ് സർക്കാരുകൾ ഇത് മാത്രമല്ല ചെയ്തത്. PM ശ്രീ എന്നുള്ളത് എന്തിനു വേണ്ടിയാണെന്നാണ് ഇവർ പറയുന്നത്? അത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴിയായിട്ടാണ് PM ശ്രീയെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ അംഗീകരിച്ച കോൺഗ്രസ് സർക്കാരുകൾ ഇവിടെയുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് കേരളത്തിന് മാത്രം ഒരു പ്രത്യേകത എന്ന മട്ടിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അടിസ്ഥാനപരമായി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഹിപ്പോക്രസി കൂടിയാണ്. പിന്നെ ഞങ്ങളാണ്, അതായത് BJPയെ എതിർക്കുന്നവരാണ് ഇവിടെ പ്രമാണിമാർ, അല്ലെങ്കിൽ അവർക്കാണ് ഇവിടെ അംഗീകാരം എന്നുള്ള മട്ടിൽ ഉള്ള മത്സരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു കാട്ടപ്പെടുന്ന 3 വിഷയങ്ങളാണെന്ന് പ്രധാനമായും നിയമസഭയിൽ ചർച്ചയായത്. 3 മുൻ സർക്കാരിൻ്റെ കാലത്തും ഏറെ ചർച്ചയായ വിഷയങ്ങളാണ്. ഇതിലെല്ലാം കൃത്യമായ നിലപാടുണ്ടെന്ന് പറഞ്ഞതുമാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ. എന്നാൽ മുഖ്യമന്ത്രിയായപ്പോൾ അതിൽ നിലപാടുകളിൽ നിന്നും അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. PM ശ്രീ നടപ്പാക്കുമെന്ന് എവിടെയും താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഉപസമിതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവിലും കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുന്നതിനും സമാനമാണ് സാഹചര്യം. ഏകപക്ഷീയമായാണ് VD സതീശൻ പല തീരുമാനങ്ങളും എടുക്കുന്നതെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. വീര്യം കുറഞ്ഞ മദ്യ നികുതി മുതൽ കരിമണൽ ഖനനം വരെയുള്ള വിവാദ വിഷയങ്ങളിൽ തൽക്കാലം പിന്മാറിയെങ്കിലും അന്തിമ തീരുമാനം എന്താകും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.